10ാം ക്ലാസ് വരെ ഒരു 3 പ്രണയം അല്ലേ. അപ്പോൾ ആ പ്രണയം കലാഭവനിൽ വരുമ്പോൾ ബ്രേക്ക് ആവുന്നു. പിന്നെ കലാഭവനിൽ പ്രണയം, പിന്നെ അത് സിനിമ സ്റ്റേജിലേക്കൊക്കെ വരുമ്പോൾ ബ്രേക്ക്. കലയുമായിട്ടുള്ള പ്രണയമാണ്. ഞാൻ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചോ? ഞാൻ 10ാം ക്ലാസ്സിൽ ഉൾപ്പെടെയുള്ള ഒരു 3 പ്രണയം എന്ന് പറയുമ്പോൾ പേടിച്ചു. ചകൻ നിന്നെ കാണുമ്പോഴേ അറിയാം ഈ പറഞ്ഞ കണക്ക് ലൈനടിയോട് ലൈനടിയായിരുന്നു. ഇത് പെണ്ണുമ്പിളുടെ പേരെന്താന്ന് പറഞ്ഞ ബിബി. അതെങ്ങനെ വളച്ചത്? അതും ഇങ്ങനെ വളച്ചതല്ല, അത് വളഞ്ഞതാ. ഇതുപോലെ തന്നെ ഞാൻ ഒരു ക്യാമ്പിന് പോയതാണ് കോട്ടയത്ത്. അപ്പം അവിടെ ഞാൻ പോയി ഒരു റിഹേഴ്സൽ ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരു വീട്ടിൽ താമസിക്കുന്നു. ഞങ്ങൾ താമസിച്ചതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവരുടെ വീടാണ്. പിന്നെ ഞാൻ ഭയങ്കര ഗ്ലാമറായിരുന്നു. അതീവ സൗന്ദര്യത്തിൽ വീണുപോയി. സത്യസന്ധമായ കാര്യം ഇനി ചോദിക്കുമ്പോൾ അറിയാം. അടുത്ത എപ്പിസോഡിൽ ഇദ്ദേഹത്തിന് വൈഫിനെ ഇരുത്തുന്നുണ്ട് നമ്മൾ. മുകേഷ് ചേട്ടനൊക്കെ പണ്ട് ചില സിനിമകളിലൊക്കെ ജാടയായിട്ടൊക്കെ പോകുമ്പോൾ ജാടയുടെ പുറകെ അയാൾ എന്താ മൈൻഡ് ചെയ്യാത്ത എന്ന് ഒരു തോന്നൽ വരുമല്ലോ. ആ ഒരു ബുദ്ധിയിലേക്ക് അങ്ങനെ പിടിച്ചപ്പം ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നു തുടങ്ങി. പരിപാടി നല്ലതാണ്, പാട്ട് നല്ലതാണ്. പിന്നെ ഞാൻ അന്നേരം സമയത്ത് കൈരളി വി ചാനൽ എന്ന് പറഞ്ഞതിന് അത് ഗാനമേള എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏത് വേദി കിട്ടിയാലും പോയി എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്നുള്ളൊരു ഒരു ഹരമായിരുന്നു. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ ഞാൻ പാട്ടുകാരനല്ല, പക്ഷേ ഗാനമേള എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ലൈവാണ് അത്. അപ്പം ഞാൻ പോയിട്ട് ഈ ലൈവിൽ നമ്മൾ ഒരു 7 മണി രാത്രിയാകുമ്പോൾ ചെന്ന് അവിടെ നിന്ന് ലൈവ് പാടും. ആ സമയത്ത് വീട്ടിലെല്ലാവരും കാണും. ഈ വൈഫിൻ്റെ വീട്ടിലും ഞാൻ വിളിച്ചു പറഞ്ഞൊക്കെ. അപ്പോൾ ആ ഗാനമേള പാട്ട് കുറേ പാടിയിട്ടുണ്ട്. അല്ല അന്ന് പാടിയതൊക്കെ അല്ല ഒരെണ്ണമൊക്കെ ഞാൻ അന്ന്. എന്നാലും പെണ്ണുമ്പിളെ വിളിച്ച് കേട്ട് പാടിപ്പിച്ചൊരു പാട്ട് നമ്മളെ ജനങ്ങളൊന്നും അറിഞ്ഞില്ല. ഈ പാട്ട് കേട്ടൊക്കെയാണ് വീണതെന്ന് അറിഞ്ഞിരിക്കാൻ. തമിഴ് പാട്ടൊക്കെ ആയിരുന്നു. തമിഴ് മതി, ഞങ്ങൾക്ക് തമിഴൊക്കെ. എനിക്ക് വരികൾ ഞാൻ പാട്ട് പാടുന്നില്ല, ഇങ്ങനെ പറയാം. ഇപ്പം പാടിയത് മറ്റേ എങ്കേയും എപ്പോതും